ഹായ് ഹലോ, നമ്മളിന്ന് എൻ്റെ തറവാട് അമ്പലമായ കരിപ്പാൽ നാഗത്തിലേക്ക് പോവുകയാണ്. അവിടെ ആയില്യം ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഏച്ചിയും മക്കളും ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. അമ്മയും അനുവാടിനെ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് കൊണ്ടാക്കി. അങ്ങനെ ഞങ്ങളും പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. കുട്ടിക്കാലം മുതലേ കരിപ്പാൽ നാഗത്തിൽ ഉത്സവം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് കുറേ പേരുണ്ടാവും. എല്ലാവരും കൂടി തണുപ്പത്ത് നടന്നിട്ടാണ് ഞങ്ങൾ തെയ്യം കാണാനൊക്കെ വരാറ്. നമ്മൾ തെയ്യം കാണാനൊന്നും നിൽക്കുന്നില്ല. ഇന്ന് 12 മണി 1 മണി സമയത്തൊക്കെയാണ് തെയ്യം തുടങ്ങുന്നത്. പിന്നെ അനുവാടിന് നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ടുമാണ് തെയ്യം കാണാൻ നിൽക്കാത്തത്. നമ്മൾ നേർച്ചകളൊക്കെ കഴിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മ ദച്ചൂസിന് തുലാഭാരം തൂക്കാൻ വേണ്ടി നേർന്നിരുന്നു. അപ്പോൾ അത് ദച്ചൂസിന് തുലാഭാരം തൂക്കാൻ വേണ്ടി നോക്കുവാണ്. ധനുമാസത്തിലെ ആയില്യത്തിലെ 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. നാഗരൂപങ്ങളെ തെയ്യക്കോലമായി കെട്ടിയാടുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നാഗരാജാവിൻ്റെയും നാഗേനിയമ്മയുടെയും തെയ്യക്കോലങ്ങളാണ് ഉത്സവ ദിനങ്ങളിൽ കെട്ടിയാടുന്നത്. പിന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഇളനീർ കുടിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ. വ്രതം നോറ്റ് നാഗേനിയമ്മയുടെ കയ്യിൽ നിന്നും ഇളനീർ വാങ്ങി കുടിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കരിപ്പാൽ നാഗത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എനിക്കറിയുന്നത് തന്നെ ഒരു 2-3 പേർക്ക് ഇങ്ങനെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ എല്ലായിടത്തും തൊഴുത് നാഗത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അവിടെ കാവാണ്. അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അവിടെയാണ് തെയ്യം ഉണ്ടാകാറ്, നാഗേനിയമ്മയും നാഗരാജാവും. അങ്ങനെ ഞങ്ങൾ നാഗത്തിൽ പോയി തൊഴുത് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചന്തയിലൊക്കെ കയറി മക്കൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊടുത്തു. കളിപ്പാട്ടങ്ങളൊക്കെ ഏച്ചിയുടെ വകയാണ്. എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നതിൽ അത്ര താല്പര്യമുള്ള ആളല്ല. വാങ്ങിക്കൊടുത്താൽ 2 ദിവസം കൊണ്ട് മക്കളത് നശിപ്പിച്ച് കളയും. പിന്നെ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോൾ കളിപ്പാട്ടത്തിനൊക്കെ നല്ല പൈസയാണ്. ഞാൻ വാങ്ങി കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഏച്ചിയുടെ കൂടെ പോയാൽ എന്നെ കൊണ്ടൊന്നും വാങ്ങാൻ വിടില്ല. അവൾ വാങ്ങിക്കോളെന്ന് പറയും. പിന്നെന്താ ചെയ്യുക. ഇതെൻ്റെ വല്യമ്മയാണ്, അമ്മയുടെ ചേച്ചി. കുറേ നാളുകൾക്ക് ശേഷമാണ് വല്യമ്മനെ കാണുന്നത്. എൻ്റെ കുറേ റിലേറ്റീവ്സിനൊക്കെ ഇവിടെ കണ്ടായിരുന്നു. എല്ലാവരുടെയും ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വീഡിയോയിൽ നിൽക്കാനൊക്കെ ഇഷ്ടമാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് അനുവാട്ടിൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല. ഏച്ചിക്കും സ്കൂളിലേക്ക് പോകേണ്ടതുകൊണ്ട് നിൽക്കുന്നില്ല. ഇതാണ് എൻ്റെ അച്ഛൻ. നേരത്തെ അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരാഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.